എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടോ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് ആ പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ടോ, അങ്ങനെ ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ മനസ്സിലിപ്പോൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ മനസ്സിലിപ്പോൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം തന്നെ ഞാൻ നിങ്ങളോട് പറയാം. ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം നിങ്ങളെടുക്കുക. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലെയുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും. ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത്, തീർച്ചയായിട്ടും ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആ പേഴ്സൺ നിങ്ങളെ മറന്നിട്ടില്ല. ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നത്? അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടെങ്കിൽ എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് കേട്ടോ. അതായത് ഒരുപാട് നാളായിട്ടുണ്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇനി ഒരുപാട് നാളായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇനി എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൻ്റെ ഫീലിങ്സ്, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ വിഷമം, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സന്തോഷം ഒന്നും അങ്ങനെ പുറമേ കാണിക്കുന്ന ഒരാളല്ല. പെട്ടെന്ന് ആ പേഴ്സൻ്റെ സന്തോഷമായിക്കോട്ടെ, ആ പേഴ്സൻ്റെ വിഷമമായിക്കോട്ടെ, അതൊന്നും പെട്ടെന്ന് പുറമേ കാണിക്കുന്ന ഒരാളല്ല ആ പേഴ്സൺ. ആ പേഴ്സൻ്റെ ഫീലിങ്സ് അങ്ങനെ പെട്ടെന്ന് തുറന്നു പറയാൻ കഴിയില്ല. ആ പേഴ്സൺ എത്ര തന്നെ ശ്രമിച്ചാലും അങ്ങനെ പെട്ടെന്നൊന്നും ആ പേഴ്സൻ്റെ ഫീലിങ്സ് ആരോടും തുറന്നു പറയാൻ സാധിക്കില്ല. അതിപ്പോൾ ആ പേഴ്സണ് എത്ര പ്രിയപ്പെട്ട ആളുകളാണെങ്കിലും വളരെ പെട്ടെന്ന് ആ പേഴ്സൻ്റെ സ്നേഹമാണെങ്കിലും, ആ പേഴ്സൻ്റെ വിഷമമാണെങ്കിലും, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സന്തോഷമാണെങ്കിലും ഒന്നും തുറന്നു പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളോട് ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്നു പറയാൻ സാധിക്കും. അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ വിഷമമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, ആ പേഴ്സൻ്റെ സ്നേഹമായിക്കോട്ടെ, അതായത് ആ പേഴ്സന് നിങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ ഒരു സ്നേഹമായിക്കോട്ടെ, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഇഷ്ടങ്ങളായിക്കോട്ടെ, അതെല്ലാം ആ പേഴ്സന് നിങ്ങളോട് തുറന്നു പറയാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്കത് ആ പേഴ്സണോടും തുറന്നു പറയാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ ഫീലിങ്സും ഒക്കെ നിങ്ങൾക്കും ആ പേഴ്സണോട് തുറന്നു പറയാൻ സാധിക്കും. നിങ്ങൾക്ക് ആ പേഴ്സണോട് മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും നിങ്ങളുടെ വിഷമവും നിങ്ങളുടെ സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരോട് തുറന്നു പറയാൻ സാധിക്കും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരോടാണെങ്കിലും നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ വിഷമവും നിങ്ങൾക്ക് തുറന്നു പറയാൻ സാധിക്കും. നിങ്ങളുടെ വിഷമമായിക്കോട്ടെ, നിങ്ങളുടെ സന്തോഷമായിക്കോട്ടെ, അത് നിങ്ങൾക്ക് തുറന്നു പറയാൻ സാധിക്കും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരോടാണെങ്കിലും നിങ്ങൾക്കത് തുറന്നു പറയാൻ സാധിക്കും. പക്ഷെ ആ പേഴ്സൺ അങ്ങനെ അത് സാധിക്കില്ല. ആ പേഴ്സൺ അത് സാധിക്കില്ല എന്ന് പറയുമ്പോൾ ആ പേഴ്സൺ അത് ആരോടും തുറന്നു പറയാൻ സാധിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. ആ പേഴ്സണ് പ്രിയപ്പെട്ടവരോട് ആ പേഴ്സണത് തുറന്നു പറയാൻ സാധിക്കും. ആ പേഴ്സൻ്റെ വിഷമവും ആ പേഴ്സൻ്റെ സന്തോഷവും ആ പേഴ്സണ് തുറന്നു പറയാൻ സാധിക്കുമെങ്കിൽ കൂടി നിങ്ങളോട് പറയുന്നത് പോലെ അത്രത്തോളം നന്നായിട്ട് ആ പേഴ്സൻ്റെ സന്തോഷമായിക്കോട്ടെ, വിഷമമായിക്കോട്ടെ, ആ പേഴ്സണത് ആരോടും തുറന്നു പറയാൻ സാധിക്കില്ല എന്നാണ് ആ പേഴ്സൺ വിചാരിക്കുന്നത്. ആ പേഴ്സണ് അതിന് കഴിയുമായിരിക്കാം, പക്ഷെ ആ പേഴ്സൺ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ആ പേഴ്സൻ്റെ സന്തോഷമായിക്കോട്ടെ, ആ പേഴ്സൻ്റെ വിഷമമായിക്കോട്ടെ, ആ പേഴ്സണത് നിങ്ങളോട് തുറന്നു പറയാൻ സാധിക്കാത്തത് കാരണം, അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് പറയാൻ സാധിക്കാത്തത് കാരണം, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സന്തോഷമായിക്കോട്ടെ, ആ പേഴ്സൻ്റെ വിഷമമായിക്കോട്ടെ, ഇതൊന്നും ആ പേഴ്സണ് നിങ്ങളോട് പറയാൻ സാധിക്കാത്തത് കാരണം ആ പേഴ്സൺ വളരെയധികം വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് മാത്രമല്ല ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നത്, അതൊരു കാരണമാണ്. ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നതിന് അതും ഒരു കാരണമാണ്. എങ്കിൽ കൂടി അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്.
അതുപോലെ ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നത്. ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടും ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും നിങ്ങൾ ആ പേഴ്സണെ ഒത്തിരി നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടും ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് തുറന്നു പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണം എന്നും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.